ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ഞാൻ റീസെൻ്റ് ആയിട്ട് ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗ് ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആഫ്റ്റർ കെയർ, എനിക്ക് താഴെ കേൾസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആണോ, പിന്നെ എത്രയാണ് റേറ്റ്, അങ്ങനെ കുറച്ച് കമൻസും കുറച്ച് ഡൗട്ട്സും ഒക്കെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത്. അപ്പോൾ നല്ല ജലദോഷമുണ്ട്, നല്ല വൃത്തികെട്ട ചുമയാണ്, സൗണ്ടൊക്കെ അടഞ്ഞിട്ടിരിക്കുകയാണ്, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാൻ എന്താണ് ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുതരാം. മറ്റ് ട്രീറ്റ്മെൻറ്റ്സ്, അതായത് സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ, അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറിനെ പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല ഇത്. ഇതൊരു ഡീപ്പ് കണ്ടീഷനിങ് ട്രീറ്റ്മെൻറ്റ് ആണ്. ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ക്യൂട്ടിക്കിൾസിലേക്ക് ഒരു ഫൈബർ കോട്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ കോട്ട് കൊടുത്ത് ഫ്ലാറ്റ് അയൺ യൂസ് ചെയ്ത് അതിനെ സീൽ ചെയ്യുകയാണ്. അപ്പോൾ നല്ല ഫ്രിസ്സായിട്ടുള്ളൊരു നല്ല ഡ്രൈ ആയിട്ടൊക്കെയുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കുറച്ച് ഫ്രിസ് ഫ്രീ ആകാനും ഷൈൻ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്ങിലൊക്കെ ഉള്ളതുപോലെ ഒരു പിൻ സ്ട്രെയിറ്റ് ലുക്ക് കിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന അന്ന് ചിലപ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമെങ്കിലും കുറച്ച് നമ്മൾ വാഷസ് ഒക്കെ കഴിയുമ്പോൾ, കുറേയൊക്കെ നമ്മൾ ഹെയർ വാഷസ് ഒക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടെ വോളിയം തോന്നിക്കുകയും കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ലുക്ക് തരികയും ചെയ്യുന്ന ഒരു ഡീപ്പ് കണ്ടീഷനിങ് ട്രീറ്റ്മെൻറ്റ് ആണ് ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. ഞാനിതിൻ്റെ പ്രൊസീജിയർ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വ്ലോഗ് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് എൻ്റെ ഹെയർ അവരൊന്ന് ചെക്ക് ചെയ്തു കേട്ടോ. കാരണം എൻ്റെ ഹെയർ ഓയിലി ആണോ, ഹെന്ന ചെയ്യാറുണ്ടോ, നേരത്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അവർ നോക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്തു. അപ്പം ഞാൻ നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ട്രീറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ പകുതി ഹെയർ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തു, പകുതി ഹെയർ വെർജിൻ ഹെയറുമാണ്, നാച്ചുറൽ ഹെയറും ആയിരുന്നു. അല്ലാണ്ട് ഞാൻ ഹെന്ന ചെയ്തിട്ടില്ല, കളർ ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ അന്ന് കളർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വെർജിൻ ഹെയറിൽ ഈ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. താഴെ വന്നിട്ട് എനിക്ക് കുറച്ച് കേൾസ് കിടക്കുന്ന രീതിയിൽ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്കാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ താഴെ വന്നിട്ട് ഇങ്ങനെ കേൾസ് കിടക്കുന്ന രീതിയിലാണ് എനിക്ക് വേണ്ടുന്നത്. അപ്പം പകുതി പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് ഹെയറും പകുതി എൻ്റെ നല്ല കേളി ആയിട്ടുള്ള നാച്ചുറൽ ഹെയറും ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഹെയറിൽ തന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ താഴെ കേൾസ് കിട്ടില്ല, സ്ട്രെയിറ്റ് ആയിട്ടേ അത് പോകത്തുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കേൾസ് കിട്ടില്ല. അതല്ലാണ്ട് വെർജിൻ ഹെയറിൽ, നാച്ചുറൽ ഹെയറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ കേൾസ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വെർജിൻ ഹെയറിലാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഷോർട്ടായി പോയത് കേട്ടോ. ഞാൻ ജസ്റ്റ് ആ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അവരെൻ്റെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത കാര്യങ്ങളും കളർ ചെയ്തതൊന്നും പറയുന്നില്ല, ജസ്റ്റ് ആ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് ബ്ലോ ഡ്രൈ ചെയ്തു. ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് അവർ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ റാപ്പ് ചെയ്ത് ഒരു 1 അവറോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഫ്ലാറ്റ് അയൺ യൂസ് ചെയ്ത് അവർ സ്ട്രെയിറ്റ് ചെയ്തു. അപ്പോൾ ആ ഫ്ലാറ്റ് അയൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ക്രീം, അതിൽ ആ ഒരു പ്രോട്ടീൻ കോട്ട് അതിലേക്ക് ഫ്ലാറ്റ് അയൺ യൂസ് ചെയ്തിട്ടാണ് സീൽ ചെയ്യുന്നത്. അങ്ങനെ ഫ്ലാറ്റ് അയൺ യൂസ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം അവർ സെറ്റ് ചെയ്തിട്ടാണ് ബ്ലോ ഡ്രൈ യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് വിട്ടത്. അപ്പോൾ ആ ബ്ലോഗിൽ ഇനി കുറച്ചും കൂടെ നല്ല കേൾസ്, അതായത് ആ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ കേൾസൊക്കെ കൊടുത്ത് ചെയ്യുമല്ലോ, അപ്പോൾ അത് കുറച്ചും കൂടെ കേൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും കേൾസ് കാണില്ല കേട്ടോ, ഇതിപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും കേൾസ് കാണില്ല, പക്ഷെ എന്നാലും എൻ്റെ നാച്ചുറൽ ഹെയർ കൊടുത്ത ആ ഒരു കേൾസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് കേൾസ് കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചൊരു നാച്ചുറൽ ലുക്ക് ഇഷ്ടമായത് കാരണമാണ് ഞാൻ ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഇത് ഇപ്പോൾ എൻ്റെ ഒരു 4-5 വാഷസ് കഴിഞ്ഞിട്ടുള്ള ഹെയർ ആണ്. ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ഹെയർ. ഒരു 4-5 വാഷസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു കേൾസ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. ഇതാണ് കേട്ടോ, അതെ കേൾസ് ഉണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതായത് അയൺ യൂസ് ചെയ്ത് കേൾ ചെയ്തിട്ടൊന്നുമില്ല. ഇതാണ് എൻ്റെ നാച്ചുറൽ, ഇതിപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ഇങ്ങനെയാണ്. 4-5 വാഷസ് ഒക്കെ കഴിഞ്ഞു, കേൾസ് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളൊരു ഡൗട്ടാണ് കേട്ടോ, ആഫ്റ്റർ കെയർ എന്താണെന്നുള്ളത്. അപ്പം മറ്റു ട്രീറ്റ്മെൻറ്റ്സ്, അതായത് ഹെയർ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, പിന്നെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ, അങ്ങനത്തെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നവരോട് മന്ത്ലി വൺസ് അല്ലെങ്കിൽ 20 ഡേയ്സ് കൂടുമ്പോഴോ ഒക്കെ ഹെയർ സ്പാ ചെയ്യണമെന്ന്, മസ്റ്റായിട്ടും ഹെയർ സ്പാ ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തിരുന്ന സമയത്ത് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് മന്ത്ലി വൺസ് മസ്റ്റായിട്ടും ഹെയർ സ്പാ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പിന്നെ ഇൻസലൂൺ സർവീസസ് ഒന്നും ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നെ 2 ദിവസത്തേക്ക് ഹെയർ ടൈ ചെയ്യേണ്ട, ഹെൽമെറ്റ് ഒന്നും യൂസ്
യൂസ് ചെയ്യേണ്ട, നമ്മൾ ഇന്ന് ചെയ്തതല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഹെൽമെറ്റ് യൂസ് ചെയ്യേണ്ട, ഹെയർ ടൈ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞു. അത് മറ്റ് ട്രീറ്റ്മെൻറ്റ്സ്, അതായത് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോഴും സ്മൂത്തൻ ചെയ്യുമ്പോഴും ഒക്കെ അവരങ്ങനെ പറയാറുണ്ട്. കാരണം അതിൽ നമ്മൾ ഹെയർ ടൈ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു മാർക്ക് അല്ലെങ്കിൽ ആ ഒരു വിടവ് വീഴും, അങ്ങനത്തെ വിടവല്ല, ജസ്റ്റ് ആ ഒരു വളവ് വീഴും, അതിന് വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. ഹെയർ ടൈ ചെയ്യേണ്ട, ഹെൽമെറ്റ് ഒന്നും 2 ദിവസത്തേക്ക് വയ്ക്കേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോഴും പറഞ്ഞു ഹെയർ ടൈ 2 ദിവസത്തേക്ക് ചെയ്യേണ്ട എന്നുള്ളത്. പിന്നെ മറ്റു ട്രീറ്റ്മെൻറ്റ്സിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രെയിറ്റനിങ് ആയാലും സ്മൂത്തനിങ് ആയാലും പെർമനന്റ് ബ്ലോട്ടറി ആയാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് 2 days കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സലൂണിൽ പോകണം ഹെയർ വാഷ് ചെയ്യാനും ഈ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പോകണം. അത് കഴിഞ്ഞിട്ടേ പിന്നെ നമ്മളോട് ഹെയർ വാഷ് ചെയ്യാൻ പറയത്തുള്ളൂ. ആദ്യം പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ പിന്നെ ഹെയർ വാഷ് ചെയ്യാവുള്ളൂ എന്നാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ഹെയർ സ്പാ ചെയ്തിട്ടേ വാഷ് ചെയ്യാവുള്ളൂ അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. അവർ വാഷ് ചെയ്ത് തന്നെയാണ് വിടുന്നത്. അപ്പം പിന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ട് നമ്മൾ വാഷ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ പ്രോട്ടീൻ ചെയ്തിട്ടേ വാഷ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പിന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പൂ തന്നെ യൂസ് ചെയ്യണം എന്നാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു ഷാമ്പൂ, കണ്ടീഷണർ അവിടെ നിന്ന് തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു ഷാമ്പൂ തന്നെ യൂസ് ചെയ്യണം എന്നാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ കെയർ ആയിട്ട് അവിടെ നിന്ന് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഹെയർ ഡ്രൈ ആവില്ല. പിന്നെ ഒരു കാര്യം, ആർക്കൊക്കെ ഈ ഒരു ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. കാരണം ഇത് മറ്റു ട്രീറ്റ്മെൻറ്റ്സ് പോലെ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് മാറ്റുന്ന ഒരു ടെക്സ്ചർ അല്ലാത്തത് കൊണ്ട് ഒരു പിൻ സ്ട്രെയിറ്റ് ലുക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു പിൻ സ്ട്രെയിറ്റ് ലുക്ക് വേണ്ട, കുറച്ചൊരു വോളിയം തോന്നിക്കുന്ന കുറച്ചൊരു നാച്ചുറൽ ലുക്കാണ് വേണ്ടത്, അങ്ങനത്തെ ലുക്കാണ് ഇഷ്ടം എന്നുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഹെയർ ഭയങ്കര കേർലി ആയിട്ടുള്ള ഹെയർ ആണ്, എൻ്റെത്. അപ്പോൾ എൻ്റെ ഹെയറിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു നാച്ചുറൽ ലുക്ക് വേണം, വോളിയം തോന്നിക്കുന്ന കുറച്ചൊരു ഷൈൻ കിട്ടുന്ന ഒരു ലുക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. പിന്നെ റേറ്റ് പറയുകയാണെങ്കിൽ നല്ല റേറ്റാണ്, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിന് നല്ല റേറ്റാണ്. ഒരു 7,000 8,000 റേഞ്ചാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചിലരുടെ ഡൗട്ടാണ് കേട്ടോ, ഓയിൽ യൂസ് ചെയ്യാമോ എന്നുള്ളത്. ഓയിൽ എന്നോട് യൂസ് ചെയ്യരുതെന്ന് അവിടെ നിന്ന് പറഞ്ഞില്ല, ഞാൻ ഓയിൽ യൂസ് ചെയ്യാമോ എന്ന് ഞാൻ ചോദിച്ചതുമില്ല, അതാണ് സത്യം. പക്ഷേ ഇതൊരു 5 to 6 months വരെ ലാസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും, അവർ ആ പറഞ്ഞ ഒരു ടൈം, ആ ഒരു പീരീഡ് വരെയും ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ഡൗട്ടാണ്. നമ്മൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പഴയ ഹെയറിലേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് ഡൗട്ടാണ്. പിന്നെ ഒരു കാര്യം, ഇത് കെമിക്കൽ ഫ്രീ ആണോ എന്നുള്ളതാണ്. ഈ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് കെമിക്കൽ ഫ്രീ ആണോ എന്നുള്ളതാണ്. കെമിക്കൽ ഫ്രീ അല്ല. കമ്പയർഡ് ടു അതർ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കെമിക്കൽസ് കുറവാണ് എന്നാണ് അവർ ക്ലെയിം ചെയ്യണത്. അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ടും ഇത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറയുന്നില്ല കേട്ടോ. പക്ഷേ കമ്പയർഡ് ടു അതർ ട്രീറ്റ്മെൻറ്റ്സ് കെമിക്കൽസ് ഇതിൽ യൂസ് ചെയ്യുന്നത് കുറവാണ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സും കമൻസും ഒക്കെയാണ് ആ ഒരു ഹെയർ ബോട്ടോക്സ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത വ്ളോഗിൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ കവർ ചെയ്തു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ പ്രൊസീജിയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നാവുന്ന ഡൗട്ട്സും കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.